പഹൽഗാം ഭീകരാക്രമണത്തിന് ഉത്തരവാദികളായവരെ വെറുതെ വിടാൻ പാടില്ല എന്ന് കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധി. പഹൽഗാം ആക്രമണത്തിന് കാരണക്കാരായവർക്ക് തക്ക മറുപടി നൽകാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉടൻ തന്നെ ശക്തമായി പ്രവർത്തിക്കണമെന്നും നടപടിയിൽ മടി കാണിക്കരുതെന്നും രാഹുൽ ഗാന്ധി പറഞ്ഞു. AICC ആസ്ഥാനത്ത് മാധ്യമങ്ങളെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുകയായിരുന്നു രാഹുൽ. ഇന്ത്യക്കുമേൽ ഇനി ഇത്തരത്തിലൊരു ആക്രമണം നടത്താൻ ചിന്തിക്കാൻ പോലും പറ്റാത്ത വിധത്തിലുള്ള മറുപടിയാണ് പഹൽഗാം ആക്രമണത്തിന് പിന്നിലുള്ളവർക്ക് നൽകേണ്ടത് എന്നും അദ്ദേഹം എടുത്തു പറഞ്ഞു. സർക്കാരിന് പ്രതിപക്ഷത്തിന്റെ 100% പിന്തുണയുണ്ടെന്നും മോദി മടി കാണിക്കാതെ നടപടിയെടുക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. പ്രധാനമന്ത്രിക്ക് ആവശ്യമെന്ന് തോന്നുന്ന ഏത് സമയത്തും പ്രവർത്തിക്കാൻ കഴിയുമെന്നും രാഹുൽ ഗാന്ധി എടുത്തു പറഞ്ഞു. പഹൽഗാമിൽ ആളുകൾ ക്രൂരമായി കൊല്ലപ്പെട്ടു. പ്രധാനമന്ത്രി ഇനിയും സമയം പാഴാക്കരുത്. ഇന്ത്യ ഇത്തരം അസംബന്ധങ്ങൾ സഹിക്കില്ലെന്ന് അവരോട് പറയാൻ ഇപ്പോൾ തന്നെ നടപടിയെടുക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. ആളുകൾ ക്രൂരമായി കൊല്ലപ്പെട്ടു. ആരാണ് ഇതിന് ഉത്തരവാദികൾ എന്ന് വ്യക്തമാണ്. ഇതിന് ഉത്തരവാദികളായ ആളുകൾ വില നൽകണം എന്നും രാഹുൽ എടുത്തു പറയുകയുണ്ടായി. പഹൽഗാം ആക്രമണത്തിൽ കൊല്ലപ്പെട്ട ഒരാളുടെ കുടുംബത്തെ കാൺപൂരിൽ സന്ദർശിച്ചതായും അവർക്ക് രക്തസാക്ഷി പദവി നൽകണമെന്ന് അവർ ആഗ്രഹിക്കുന്നതായും അദ്ദേഹം പറഞ്ഞു. ഇന്ന് ഞാൻ കാൺപൂരിൽ ഒരു ഇരയുടെ കുടുംബത്തെ കണ്ടു. നിങ്ങളുടെ വഴി നരേന്ദ്രമോദിക്കൊരു സന്ദേശം അയക്കാൻ അവർ എന്നോട് ആവശ്യപ്പെട്ടു. ആ കുടുംബങ്ങൾക്കെല്ലാം വേണ്ടി ഞാൻ പ്രധാനമന്ത്രിയോട് പറയാൻ ആഗ്രഹിക്കുന്നു. ഞങ്ങളുടെ കുട്ടികൾ രക്തസാക്ഷിത്വം വരിച്ചുവെന്ന് അവർ പറഞ്ഞു. പഹൽഗാം ഭീകരാക്രമണത്തിൽ കൊല്ലപ്പെട്ട 26 പേരിൽ ഒരാളായ ശുഭം ദ്വിവേദിയുടെ കാൺപൂരിലെ കുടുംബാംഗങ്ങളെ രാഹുൽ ഗാന്ധി സന്ദർശിച്ചിരുന്നു. പഹൽഗാം ഇരകൾക്ക് നീതി ഉറപ്പാക്കാൻ പാർലമെന്റിന്റെ പ്രത്യേക സമ്മേളനം വിളിക്കണമെന്ന് പ്രതിപക്ഷം ആവശ്യപ്പെടുന്നുണ്ടെന്ന് അദ്ദേഹം പറഞ്ഞു. നേരത്തെ ഇതേ കാര്യം ആവശ്യപ്പെട്ട രാഹുൽ ഗാന്ധിയും കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജുൻ ഖാർഗെയും മോദിക്ക് കത്തെഴുതിയിരുന്നു. അതേസമയം ഭീകരാക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ പാകിസ്ഥാനെതിരായ നടപടി കടുപ്പിച്ചിരിക്കുകയാണ് ഇന്ത്യ. പാകിസ്ഥാൻ ഉടമസ്ഥതയിലുള്ളതും സർവീസ് നടത്തുന്നതുമായ എല്ലാ വിമാനങ്ങൾക്കും വ്യോമാതിർത്തി അടച്ചിടുമെന്ന് ഇന്ത്യ മുന്നറിയിപ്പ് നൽകി. യാത്ര സൈനിക വിമാനങ്ങൾക്ക് അനുമതി നൽകില്ല എന്നും ന്യൂഡൽഹി വ്യക്തമാക്കി. അതേസമയം പാകിസ്ഥാൻ വഴിയെത്തുന്ന വിദേശ സർവീസുകൾക്ക് തടസ്സമുണ്ടാകില്ല. ഏപ്രിൽ 30 മുതൽ മെയ് 23 വരെ വ്യോമാതിർത്തി അടച്ചിടൽ പ്രാബല്യത്തിലുണ്ടാകും. ഇന്ത്യ ഔദ്യോഗികമായി വ്യോമാതിർത്തി നിയന്ത്രിക്കുന്നതോടെ ക്വാലാലംപൂർ പോലുള്ള തെക്കുകിഴക്കൻ ഏഷ്യൻ ലക്ഷ്യസ്ഥാനങ്ങളിലേക്ക് എത്താൻ പാകിസ്ഥാൻ വിമാന കമ്പനികൾ ചൈന, ശ്രീലങ്ക തുടങ്ങിയ രാജ്യങ്ങളിലൂടെ കൂടുതൽ ദൂരം സഞ്ചരിക്കേണ്ടി വരുമെന്ന് ഉദ്യോഗസ്ഥർ പറഞ്ഞു. നേരത്തെ ഇന്ത്യൻ വിമാന കമ്പനികളുടെ ഉടമസ്ഥതയിലുള്ളതും സർവീസ് നടത്തുന്നതുമായ എല്ലാ വിമാനങ്ങൾക്കും പാകിസ്ഥാൻ വ്യോമാതിർത്തി അടച്ചിടാൻ ഇസ്ലാമാബാദ് തീരുമാനിച്ചിരുന്നു. പഹൽഗാം ആക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ സിന്ധു നദീജല കരാർ മരവിപ്പിക്കുക, ഹൈക്കമ്മീഷണർമാരെ പിരിച്ചുവിടുക എന്നീ നടപടികൾ ഇന്ത്യ പ്രഖ്യാപിച്ചതിനു പിന്നാലെയായിരുന്നു പാകിസ്ഥാന്റെ പ്രതികരണം.